ഇപിയുടെ ആത്മകഥയിലെ പരാമർശങ്ങളുടെ പേരിൽ മിനിറ്റുകൾക്കകം വിവാദം കത്തിപ്പടർന്നു. തലങ്ങും വിലങ്ങും വിളികൾ, അന്വേഷണങ്ങൾ. ഒരു ഭാഗത്ത് പുസ്തകത്തിന്റെ കവർ പേജും ഉള്ളടക്കങ്ങളും, മറുഭാഗത്ത് തിരഞ്ഞെടുപ്പ്. ഇപി ശരിക്കും പ്രതിസന്ധിയിലായി. പ്രസാധകർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചു ഇപി. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുറം കവർ ഞാൻ ഇന്ന് ഇപ്പം കാണുകയാണ്. ആത്മകഥയിലെ ഉള്ളടക്കം നിഷേധിച്ച് കണ്ണൂരിലും കാസർകോട്ടും ഇപി രംഗത്ത് വന്നെങ്കിലും പരിപൂർണ പിന്തുണയല്ല പാർട്ടിക്കകത്ത് നിന്നും ലഭിച്ചത്. ഇപി പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. വിജയരാഘവന്റെ പ്രതികരണവും പൂർണ്ണമായും ഇപിക്ക് അനുകൂലമായിരുന്നില്ല. ഒരു വാർത്ത നിങ്ങൾ ഇന്ന് ആവശ്യമാണ്, ഇന്ന് തെരഞ്ഞെടുപ്പുള്ള ദിവസം അതിലേക്ക് ഒരു വാർത്ത ഞങ്ങളാരെയും തെരുവ് കരുതുന്നില്ല, ഇന്നൊന്നും പറയില്ല. ഇപി വ്യക്തമാക്കിയല്ലോ എന്നായിരുന്നു MB രാജേഷിന്റെ മറുപടി. ഇപി പറയുന്നു അദ്ദേഹത്തിന്റെ അല്ലാന്ന്, പിന്നെ ഞാൻ അതിലെന്ത് പറയണം? വാർത്ത തെറ്റെന്നായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് ഇപി ജയരാജൻ അറിയിച്ചിട്ടുണ്ടെന്ന് TP രാമകൃഷ്ണനും വിശദമാക്കി. ആരെങ്കിലും കൊടുക്കുക പേര്? ആ കട്ടൻ ചായയും പരിപ്പടി എന്നുള്ള പേര് ആരെങ്കിലും കൊടുക്കുമോ? ഇത് യഥാർത്ഥത്തിൽ ഇപിയെ പരിഹസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരല്ലേ അത്? തിരഞ്ഞെടുപ്പ് ദിനത്തിലുണ്ടായ രാഷ്ട്രീയ വിവാദത്തിൽ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതിൽ ഇപി നൽകുന്ന വിശദീകരണം പാർട്ടി എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ല. അതിനനുസരിച്ചായിരിക്കും ഇപിയുടെ രാഷ്ട്രീയ ഭാവി. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്.